ഹലോ ഹലോ. പാവച്ചി. എന്തോയി? എന്താടോ എന്ത്? രാവിലെ എനക്കൊന്നും ഇല്ലായിരുന്നു. ആ, ഫോൺ കുറച്ച് തിരക്കിലായി പോയി. എന്നാ പിന്നെ ഫോൺ എടുക്കാണ്ടിരുന്നൂടെ? എനക്ക് ഫോൺ എടുത്തിട്ട് പിന്നെ മിണ്ടാണ്ടിരിക്കുക, മ്യൂട്ടാക്കിയിട്ട്. ഫോൺ കേടായല്ലോ. അത് സാരമില്ല. എത്ര നാളായി ഫോൺ കേടായിട്ട്? നിങ്ങളൊന്നും മിണ്ടിയില്ല. അത് ഞാൻ പറഞ്ഞല്ലോ മുന്നേയൊക്കെ വിളിച്ചപ്പോൾ, പുതിയത് എന്ത്? വാങ്ങിയിട്ടുണ്ടെന്ന്. പുതിയത് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ എൻ്റെ കയ്യിലെത്തിയില്ലല്ലോ. അതിനാദ്യം ഞാൻ അവിടെ എത്തിയല്ലേ എനിക്ക് എൻ്റെ കയ്യിൽ ഫോൺ മേടിച്ച് തരാൻ പറ്റുമോ? അതും എന്താണല്ലോ ശരിയാ. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അപ്പം തന്നെ വേണമല്ലേ? പിന്നെ അതങ്ങനെ തന്നെയല്ലേ? ആയിരിക്കും, എനിക്കറിയില്ലേ. എനിക്ക് അങ്ങനെ തന്നെ ആയില്ലേ ആയത്? ശരിക്കും ഒരു സമാധാനം ഇല്ലാത്ത ആളാണ് ഒന്നാമത്. ഉം. എന്നെ കാണണമെന്ന് തോന്നിയാൽ അപ്പോൾ വിളിക്കും. കാക്കോ എനിക്കിപ്പോൾ കണ്ടേ പറ്റും. എനിക്ക് കാണണം 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 കാണണം. അതൊക്കെ സ്നേഹമുള്ളതുകൊണ്ടാ. ആണ് മോളെ, എല്ലാം സ്നേഹമാണ്. എൻ്റെ സ്നേഹം മറ്റുള്ളവരെ പോലൊന്നുമല്ല, വല്ലാത്തൊരു സ്നേഹമാണ്. അല്ലേ? എന്താ? അല്ലേ? അങ്ങനൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ. ഭയങ്കര ഇഷ്ടമായോണ്ടാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിളിക്കണേ. ഇഷ്ടമില്ലെങ്കിൽ പിന്നെ വിളിക്കൂലാലോ. പക്ഷെ ഇന്നൊട്ടും വിളി വന്നില്ലല്ലോ എന്നിട്ട്. അത് എനിക്ക് തീരെ വയ്യാത്തോണ്ടല്ലേ. അപ്പോൾ പിന്നെ ഫോൺ എടുക്കാണ്ടിരുന്നാൽ പോരായിരുന്നു. ഉം. ഞാൻ വിളിക്കുമ്പോൾ എല്ലാ കോളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ മിണ്ടാട്ടമില്ല. മെസ്സേജ് അയച്ചിട്ടോ റിപ്ലൈ ഇല്ല. ആ, മിണ്ടാൻ പോലും പറ്റണില്ല. വയ്യാണ്ട് ഗൾഫിലായിരുന്നു. പെണ്ണിച്ചോ? ആ, ഇപ്പം എനിക്കു. ആകെ ഈ സമയത്ത് തന്നെ കിട്ടണം. രാത്രി മാത്രമേ കിട്ടുള്ളൂ. പണ്ടും ഇങ്ങനെയാണ്, ഇപ്പോഴും ഇങ്ങനെയാണ്. പണ്ട് ഇതേപോലെ രാത്രി 11 മണി 12 മണിയാകുമ്പോൾ വിളിക്കുമ്പോൾ കിട്ടും. പകല് വിളിക്കുമ്പോഴോ കിട്ടുകയില്ല, എടുക്കുകയില്ല. നിങ്ങൾക്ക് എന്നെ ഫുള്ളായിട്ട് കിട്ടണമെങ്കിലേ രാവിലെ മുതൽ രാത്രി വരെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോരെ. ഫുൾ ടൈം ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അതിനൊരു രസം ഉണ്ടായില്ലല്ലോ. അതൊക്കെ രസം ഉണ്ടാവും. അത് നമുക്ക് ഇറങ്ങാനൊക്കെ പോയിട്ട് രസാക്കാട്ടോ. അതല്ലടോ, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. എന്ത്? ഇത് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴേ കുറേ പറയാനും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറേ പറയൊന്നും വേണ്ട. അതെന്തേ? ഒന്നും പറയണ്ട. നമുക്ക് ഇങ്ങനെ കറങ്ങിട്ട് പോകും. കറങ്ങലൊക്കെ കഴിഞ്ഞ് അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് കറങ്ങാം. എപ്പോഴും അവിടെ എവിടെയും പോകണം ഓർമ്മയില്ല. പിന്നെ എല്ലായിടത്തും പോകണ്ടേ? നിങ്ങൾ മൊത്തം ചുറ്റിയല്ലേ ഇനിയും ചുറ്റിക്ക്. ഇതിന് മുന്നിൽ മൊത്തം ചുറ്റിയതല്ലേ ഈ? വീടിയും മുന്നല്ല, ലോകം മൊത്തം എന്ത് ചുറ്റണം. ഇൻഷാ അല്ലാ റെഡിയാക്കാം. നോക്കട്ടെ. നോക്കിയാ പോരാ, നടക്കണം. യെസ്, ഐ നോ. അതെനിക്കറിയാം. അല്ല, ഇനിയിപ്പോൾ ഉറക്കമൊന്നും ഉണ്ടാവില്ലല്ലോ. നിങ്ങളിട്ട് ഇങ്ങനെ തല്ലുന്നു. അത് തന്നെ, ഇനിയുള്ള പ്രധാന പണി അത് തന്നെ. നാളെ നേരം വിളിക്കുന്നത് വരെ എന്നെ ഇങ്ങനെ ഇട്ട് ഭ്രാന്തായിക്കൊണ്ടേയിരിക്കണം. അതൊക്കെ ഒരു രസമല്ലാക്കോയി. അനക്ക് ഉറങ്ങണ്ടല്ലോ, പക്ഷെ എനിക്ക് ഉറങ്ങണ്ടേ? പോ. നിങ്ങൾ ഉറങ്ങണ്ട. ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങണ്ട. ഞാൻ ഉറങ്ങിയാൽ നിങ്ങൾ ഉറങ്ങിക്കോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പണി ചെയ്യും. എന്തുവാ? ഫോൺ അങ്ങോട്ട് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒറ്റ ഉറക്കമായിരുന്നു. ഞാൻ മിണ്ടില്ല കേട്ടോ. ഇതുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ആക്കാത്തത്. എൻ്റെ ഈ പറച്ചിൽ വെക്കുമ്പോൾ പിന്നെ സ്വിച്ച് ഓഫ് ആക്കാനും തോന്നില്ല. നല്ല കുട്ടി. ആയിക്കോട്ടെ, എന്തായാലും കുറച്ച് കഴിയട്ടെ. ഞാൻ വിളിക്കുന്നുണ്ട്. എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. എന്തുവാ? വലിയ രഹസ്യം. ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ല. പറയാക്കോയി. അത് പിന്നെ പറഞ്ഞുതരാടോ. വിളിക്കും പോരെ? ശരിക്കും? ശരിക്കും. അത് പറഞ്ഞിട്ട് പിന്നെ എന്തും പറയും കേട്ടോ. എന്നാ ശരി. മെസ്സേജ് അയച്ച് ചോദിക്കല്ലേ. എൻ്റെ സ്വഭാവം അറിയാണ്ട് ചോദിച്ചു.